ആറാം ക്ലാസ്സിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആറാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആംഗിൾസ് അഥവാ കോണുകൾ. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിൽ പച്ച നിറത്തിലും അതുപോലെ മഞ്ഞ നിറത്തിലും ഒരു വൃത്തം കാണാൻ പറ്റും, ഒരു സർക്കിൾ കാണാൻ പറ്റും. ഗ്രീൻ കളറിലും യെല്ലോ കളറിലും. യെല്ലോ കളറുള്ള ഭാഗം 20 ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ബാക്കിയുള്ള ഭാഗം ഗ്രീൻ കളർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ തന്നിരിക്കുന്ന ചോദ്യം, മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് മഞ്ഞ നിറത്തിലുള്ളത്, അതുപോലെ തന്നെ മൊത്തം വൃത്തത്തിന്റെ എത്ര ഭാഗമാണ് പച്ച നിറത്തിലുള്ളത്, അതിന്റെ ആംഗിൾ ആണ് ചോദിച്ചത്. മൊത്തം വൃത്തത്തിന്റെ സെൻട്രലുള്ള ആംഗിൾ 360 ഡിഗ്രിയാണ്. അത് നമുക്ക് അറിയാവുന്നതാണ്. മൊത്തം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ തന്നെ എൻഡ് ചെയ്താൽ മൊത്തം 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് മഞ്ഞ നിറത്തിൻ്റെതാണ് ചെയ്യാൻ പോകുന്നത്, യെല്ലോ കളറിലുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോട്ടൽ 360 എന്ന് പറഞ്ഞു. 360 യെല്ലോ കളറുള്ളത് 20 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയിൽ യെല്ലോ കളറുള്ളത് 20 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി വെച്ചാൽ ആദ്യം നമ്മൾ ടോട്ടലാണ് താഴെ എഴുതേണ്ടത്. ഓക്കെ, ഏറ്റവും താഴെ നമ്മൾ 360 എഴുതി, അതിന്റെ മുകളിൽ എന്ത് എഴുതി, യെല്ലോ കളർ 20 എന്ന് എഴുതി. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫ്രാക്ഷൻ. ഓക്കെ, 360 20, 360 ഡിഗ്രിയിൽ 20 ഡിഗ്രി എന്താണ്, യെല്ലോ കളറാണ് അഥവാ മഞ്ഞ നിറമാണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ചെറുതാക്കാം. ഓക്കെ, ഇവിടെ 0 വന്നിട്ടുണ്ട്, ഇവിടെ 0 വന്നിട്ടുണ്ട്, മേലെ താഴെ 0 അവസാനത്തിൽ വന്നതുകൊണ്ട് രണ്ടും നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് മേലെ 2 ഉണ്ട്, താഴെ 36 ഉണ്ട്. ഓക്കെ, അപ്പൊ അതില് 2 36 കോമൺ ആയി പോകുന്നത് 2ലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2 വെച്ചിട്ട് കട്ട് ചെയ്യാം. 2ൽ എത്ര 2 ഉണ്ട്, ഒരു 2 അല്ലെ. താഴെ 36 എത്ര 2 ഉണ്ട്, 18. പിന്നെ നേരെ പകുതി എടുത്താൽ മതി. അതാണ് അതിന്റെ ആൻസർ. അപ്പൊ മഞ്ഞ നിറത്തിന്റെ നമുക്ക് കിട്ടി. ഓക്കെ, അടുത്തത് നമ്മൾ പച്ചന്റേതാണ് എഴുതാൻ പോകുന്നത്. മഞ്ഞത് നമുക്ക് കിട്ടി 1/18 ആണ് അതിന്റെ ഫ്രാക്ഷൻ. ഓക്കെ, 18ൽ ഒരു ഭാഗമാണ് മഞ്ഞ നിറം. അങ്ങനെയാണെങ്കിൽ പച്ച നിറം എത്ര എന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പച്ച നിറം എത്ര ഡിഗ്രിയാ ഉള്ളത് നമുക്ക് അറിയാം. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, പച്ച നിറം എത്ര ഡിഗ്രിയാ ഉള്ളത് എന്ന് കാണണം. അത് നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ 360 ആണ്. ആ 360 മഞ്ഞ നിറം മൈനസ് ചെയ്യാം. മഞ്ഞ നിറം മൈനസ് ചെയ്ത ബാക്കിയുള്ള ഭാഗം പച്ച നിറത്തിലാണ് ഉണ്ടാവുക. 360 മൈനസ് 20 നമുക്ക് കിട്ടും 340. ഓക്കെ, 340 ഡിഗ്രി എന്താ മനസ്സിലായി, പച്ച എന്നുള്ളത് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രാക്ഷൻ എഴുതുന്ന സമയത്ത് ടോട്ടലാണ് ഏറ്റവും താഴെ എഴുതുന്നത്. അപ്പൊ 360 താഴെ, മുകളിൽ നമ്മൾ എഴുതേണ്ടത് പച്ച എത്രയാണോ, പച്ച നമുക്ക് കിട്ടിയ എത്രയാണ് 340 ആണ്. അപ്പൊ 340 മുകളിൽ എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ 0 0 കട്ട് ചെയ്യാം. മേലെ 0 ഉണ്ട്, താഴെ 0 ഉണ്ട്. അപ്പൊ അത് കട്ട് ചെയ്തു. 0 കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മേലെയും താഴെയും 0 അവസാനത്തിൽ വരണം. സെന്ററിൽ വന്നു കഴിഞ്ഞാൽ വെട്ടാൻ പറ്റില്ല. അവസാനത്തിൽ 0 ആണെങ്കിൽ മേലെയും താഴെയും 0 ആണെങ്കിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കോമൺ ആയിട്ട് വെട്ടാൻ പറ്റത് 34 2 കൊണ്ട് വെട്ടാം. നമുക്ക് 17 കിട്ടും. 34 പകുതി 17. 36 അതുപോലെ 2 കൊണ്ട് വെട്ടാം, 18. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 17/18. ഓക്കെ, ഇതാണ് അതിന്റെ ഫ്രാക്ഷൻ. അപ്പൊ നമുക്ക് മഞ്ഞന്റെതും കിട്ടി, പച്ചന്റെതും കിട്ടി, യെല്ലോന്റെതും കിട്ടി, ഗ്രീന്റെതും കിട്ടി. യെല്ലോന്റെത് 1/18, ഗ്രീന്റെത് 17/18. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രാക്ഷന് കണ്ടെത്തുക. ഓക്കെ, മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമാണ് യെല്ലോ, അതുപോലെ മൊത്തം സർക്കിളിന്റെ എത്ര ഭാഗമാണ് ഗ്രീൻ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങൾ മാക്സിമം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.